ഞാനിപ്പോൾ നിൽക്കുന്നത് ചമ്പക്കുളം പഞ്ചായത്തിൽ കുട്ടനാട്ടിൽ 3-ാം വാർഡിലാണിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഉറച്ചൊരു 3 മണിക്കൂർ മഴ പെയ്താലുള്ള സ്ഥിതിയാണ് ഇവിടുത്തെ കുട്ടനാട്ടിലെ ഭൂരിഭാഗം സ്ഥലങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ട് ഈ AC റോഡിൻ്റെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പുളിങ്കുന്ന് റോഡ്, പുന്നക്കുംശ്ശേരി പുള്ളി 1.5 കിലോമീറ്റർ റോഡുണ്ട്. ഇതിൻ്റെ ഇരുവശവും ഇപ്പം 2 മഴ പെയ്താൽ അവസ്ഥ ഇതാണിപ്പോൾ. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എത്ര വർഷങ്ങളായി ഈ നാട്ടുതോടെന്ന് പറയുന്നത് കിടക്കുന്ന ഈ കൽക്കട്ടൊക്കെ കെട്ടിയിട്ട് ഒരു 10-20 വർഷമായ കൽക്കട്ട് കെട്ടിയിട്ട് ആ കൽക്കട്ടൊക്കെ ഒന്ന് പൊക്കി കെട്ടി ആ തോട് വൃത്തിയായി ഇരുവശം കെട്ടി ആ റോഡൊക്കെ വന്ന് പൊക്കി വന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ വെള്ളം പോകാനുള്ള വഴികൾ കണ്ടെത്തി തരണം. അല്ല എന്നും ഞങ്ങൾ ഈ ഒരു മഴ പെയ്താൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളമാണ്. ഇന്ന് 2-3 ദിവസം കൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ പൊങ്ങിയിരിക്കുന്നത്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എല്ലാവരും സ്കൂളിലോട്ട് ഇവിടുത്തെ പോരുകര സ്കൂളിലേക്ക് പോകാനാണ് പറഞ്ഞത്. കളക്ടറുടെ ഓർഡറാണ്. ഈ കളക്ടർക്ക് ഇവിടെ ഒരു സ്കൂളില്ലേ, മേരിമാത സ്കൂളുണ്ട്. ഈ സ്കൂൾ തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ പറയണം എല്ലാവരും അവിടെ പോയി താമസിക്കാൻ പറയണം. എന്താ അവിടെ വരണം അവരെല്ലാം വണ്ടിയിലും ജീപ്പയിലും ഒക്കെ ഞങ്ങളെ അന്വേഷിക്കാൻ. അല്ല വോട്ടിനായിട്ട് മാത്രം വന്നാൽ പോരാ ആരും. ഞങ്ങൾ കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി AC റോഡിൽ ഒരു പുതിയ റോഡ് പണിതിട്ടുണ്ട്. അതിന് ഹൈവേ പാലം ഒക്കെ പണിതിട്ടുണ്ട്. ഈ റോഡൊന്നും കുട്ടനാടിനെ സംരക്ഷിക്കാൻ സാധിക്കത്തില്ല. ഹൈവേ പാലം വച്ചതുകൊണ്ട് ഇവിടുത്തെ വെള്ളപ്പൊക്ക കാലത്ത് കന്നുകാലികളെ കെട്ടാമെന്നല്ലാതെ അവിടെ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഈ റോഡിലേക്ക് കയറി എത്തണമെങ്കിൽ ഈ കഴുത്തറ്റം വെള്ളത്തിൽ വേണം ജനങ്ങൾ ഈ റോഡിലെത്താൻ. അതിനുള്ള യാത്രാ സൗകര്യം ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം ഈ റോഡ് പണിതത് കൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. പാടശേഖരങ്ങൾക്ക് ഫണ്ട് വെക്കുകയും പാടശേഖരങ്ങളിൽ 2ാം കൃഷി ചെയ്യുകയും ചെയ്താൽ ഈ കുട്ടനാട്ടിലെ ഒട്ടുമുക്കാൽ പ്രദേശവും, അതായത് ചമ്പക്കുളം പഞ്ചായത്ത്, രാമങ്കേരി പഞ്ചായത്ത്, വെളിയനാട് പഞ്ചായത്ത് ഇവിടെയുള്ള വെള്ളപ്പൊക്കങ്ങളെ തടയാൻ വെക്കും. അത് മാത്രമല്ല, കുട്ടനാട്ടിൽ ഇപ്പോൾ കന്നുകാലിയെ വളർത്തുന്നവരെല്ലാം നിർത്തിയിരിക്കുകയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ കന്നുകാലിയെ വളർത്താൻ വളരെ എളുപ്പമാണ്. ഈ വെള്ളപ്പൊക്കം വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് കന്നുകാലിയെ ഇട്ടേച്ച് പോകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും കന്നുകാലിയെ വിറ്റു. നാട്ടിൽ കന്നുകാലി ഇല്ലാതായി. പാടശേഖരങ്ങൾ ബണ്ടിൽ താമസിക്കുന്നവരെല്ലാം ഇപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അല്ല ഈ സർക്കാർ ഞങ്ങൾക്ക് എന്നാ തരുന്നതന്നാ? അവനവൻ്റെ കാടിന് നക്കാപ്പിച്ച പൊലിച്ചിരി അരി തരും. ആ അരി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് അളവ് കെട്ടി അത് നീന്തി തുടിച്ച് പോയി മേടിച്ചോണ്ട് വരണം. ഞങ്ങൾ അവർ പറയുന്നിടത്ത് പോയി താമസിച്ചാലേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ അവർ വല്ലതും തരത്തുള്ളെന്ന്. വേണ്ട, ഇവിടെ കിടക്കട്ടെ, വെള്ളം മുങ്ങി തന്നെ പോട്ടെ. ഇവിടെ നേരം നാട്ടിൽ നിന്ന് എങ്ങും ആരും പോകുന്നില്ല. ഇവിടെയൊക്കെ ആദ്യം തന്നെ ഈ പറഞ്ഞ കൽക്കെട്ടുകളും തോടുകളും റോഡുകളും ഒക്കെ പൊക്കി തരട്ടെ. മഴ വരും എന്നുള്ള കാര്യങ്ങൾ നേരത്തെ അറിയാം, മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ തോട്ടപ്പള്ളി സിൽവേ ഇന്നാണ് തുറന്നിരിക്കുന്നത്. അത് നേരത്തെ തന്നെ തുറന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര ഉണ്ടാവില്ലായിരുന്നു, രൂക്ഷമാകില്ലായിരുന്നു പ്രശ്നം. ഇവിടെ ഈ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കാരണം ഭരണാധികാരികളുടെ അശ്രദ്ധയാണെന്ന് തന്നെ വേണം പറയാം. AC റോഡിൻ്റെ ഫ്ലൈ ഓവർ പണിത സമയത്ത് നമ്മുടെ പാടശേഖരങ്ങളുടെ പുറം മണ്ണ് ബലപ്പെടുത്തി ട്രാക്ടർ റോഡ് നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. റോഡുകളുടെ പൊക്കം വർദ്ധിപ്പിച്ച് അതിനെ യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടി സർക്കാർ അടിയന്തരമായി തുടങ്ങണമെന്ന് ഞാൻ ഒരു മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. കർഷകരെ അനുദിനം അവരുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആണ് കൃഷി. എത്ര വെള്ളപ്പൊക്കമോ ദുരിതമോ വന്നാലും ഇവിടുത്തെ കർഷകരെന്നും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു ആൾക്കാരാണ്. അവരൊന്നും കുട്ടനാട് വിട്ടു പോകത്തില്ല. ഭരണാധികാരികളെ, നിങ്ങൾ കുട്ടനാടിന് തന്നെ ഒരു പാക്കേജ് വെക്കുക. വന്ന് കണ്ടാൽ അറിയാം, വെള്ളം പൊങ്ങി ആറും തോടും കരയും എല്ലാം ഒരുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഈ കർഷകർ ഇന്നിവിടെ ജീവിക്കുന്നത്. അവർക്ക് കുടിവെള്ളം എവിടെ? ഓല് കെട്ടി മഴ വരുമ്പം വെള്ളം എടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് അവർ വിലയ്ക്ക് മേടിക്കുന്നു. ഇതാണ് ഒരു വികസനം? എവിടെ വികസനം?